ഹലോ, ഗുഡ് ഈവനിങ്. ഇത് നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവാണ്. 2 നൈറ്റും 3 ഡേയും ഉള്ളൊരു ക്യാമ്പിംഗ് ആണ്. അപ്പോൾ ഒത്തിരി ദൂരെയാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അടുത്തെല്ലാം നോക്കിയെങ്കിലും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് പോർട്ട്ലാൻഡിൻ്റെ ലൊക്കേഷൻ. നമ്മുടെ വീട്ടിൽ നിന്ന് പോർട്ട്ലാൻഡിലേക്ക് 4 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ സിറ്റി കടന്നിട്ട് വേണം പോകാൻ. ഇതാണ് വെസ്റ്റ് ഗേറ്റ് ബ്രിഡ്ജ്. ഇവിടെയാണ് എപ്പോഴും ട്രാഫിക് ഉണ്ടാവാറുള്ള സ്ഥലം. അപ്പോൾ ഇതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഇന്ന് വൈകുന്നേരം തന്നെ ഓഫീസ് വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ആൽബർട്ടിൻ്റെയും മീനുവിൻ്റെ അടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് തന്നെ രാവിലെ മനീഷേട്ടൻ റിയ അങ്ങോട്ട് വരും, സുഹൈലും അങ്ങോട്ട് വരും. എല്ലാവരും കൂടെ ഒരുമിച്ച് പോർട്ട്ലാൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് അടുത്തുള്ള ക്യാമ്പിംഗ് സൈറ്റൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. പക്ഷേ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പിംഗ് സൈറ്റും അവൈലബിൾ അല്ലായിരുന്നു. ക്യാമ്പിംഗ് സൈറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ബുക്ക് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ പോർട്ട്ലാൻഡിലെ ബുഡ്ജ് ബീം ക്യാമ്പിംഗ് സൈറ്റ് ഫിക്സ് ആക്കിയത്. ഇതാണ് നെഗറ്റ്, മീനുവിൻ്റെയും ആൽബർട്ടിൻ്റെയും പെറ്റാണ്. ഞങ്ങൾ നെഗറ്റിനോടും സംസാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എല്ലാം പാക്കിംഗ് എല്ലാം ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക, മീറ്റ് മാരിനേറ്റ് ചെയ്യുക, എല്ലാം അറേഞ്ച് ചെയ്യുക. നാളേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ബേസിക്കലി ഞങ്ങൾ തലേ ദിവസം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് ഞങ്ങൾ എസ്കിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഐസ് നമ്മൾ രാവിലെ വാങ്ങിച്ചിട്ട് അതിൽ എസ്കിയിലിടുകയെന്ന് വിചാരിച്ച് വെച്ചു. ബാക്കിയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് എൻജോയ് ചെയ്തിരിക്കാം. അല്ല, 2 ടൈപ്പിലും ചെയ്യാം കേട്ടോ. അവിടെ ചെന്ന് കൊണ്ടുപോയി ചെന്നിട്ട് അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാനും ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ കുറച്ച് അവിടെ പോയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. 6 മണിയാവുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ആസ് യൂഷ്വൽ ആസ് പെർ ദ പ്ലാൻ ഒന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 7 മണി ആയപ്പോഴാണ് എല്ലാവരും കൂടെ എണീച്ചത് തന്നെ. ഇനി രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യത്തെ ചർച്ച ചെയ്താണല്ലോ ഇന്നെന്താണ് കഴിക്കേണ്ടതെന്ന്. എന്തായാലും എല്ലാരും പോസ് ചെയ്തിട്ട് അപ്പൊ നമ്മള് ക്യാമ്പിങ്ങിന് പോവാ. 2 വണ്ടിയിലാണ് നമ്മൾ പോണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പം നമ്മള് എൻ്റെ 3 വണ്ടികൾ. ഒന്ന് ദേശയിലെ വണ്ടി, ഒന്ന് മനീഷേട്ടൻ്റെ വണ്ടി, ഒന്ന് നമ്മുടെ വണ്ടി. എല്ലാവരും ബാക്ക് പാക്കൊക്കെ എടുത്തിട്ട് ഷോർട്ട് കട്ടായി പോകുമ്പോൾ നമ്മൾ 3 വണ്ടിയിലാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ആ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അവിടെ നിൽക്കുന്നതാണ് സുഹൈൽ, മറ്റേത് ആൽബർട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് മീനു. പിന്നുള്ള 2 പേരാണ് മനീഷേട്ടനും റിയയും. ഞങ്ങളെല്ലാവരും എഞ്ചിനീയേഴ്സാണ് എക്സെപ്റ്റ് റിയ ഫാർമ ഫീൽഡിലാണ്. സുഹൈലും മീനും സിവിൽ എഞ്ചിനീയേഴ്സാണ്. ആൽബി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാനും അജിത്തും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ്. ആൻഡ് മനീഷേട്ടൻ IT ഫീൽഡിലാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ചായ അല്ലെങ്കിൽ കോഫി ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഭയങ്കര സ്ലോ ആണ് സുഹൈല. അടുത്തത് ആര് പോകണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ കാണുന്നത്. റിയ ഞങ്ങളടുത്ത് ടാറ്റയ്ക്ക് പൊക്കോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ യാത്ര. ഒരു റൂറൽ ഏരിയയ്ക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂറൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇവിടുത്തെ ഇങ്ങനെ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കൺസ്ട്രക്ഷൻ വരാത്ത സ്ഥലത്തൊക്കെ തന്നെയാണ് ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ഫ്രീ വേ കൂടെയാണ് കേട്ടോ. വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഹൈവേ ആണ്. പക്ഷേ ഹൈവേന്ന് എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രാഫിക് ലൈറ്റ്സ് ഉണ്ടാവില്ല, സിഗ്നൽസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഹൈ സ്പീഡ് അല്ലെങ്കിൽ 100-100 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇത് അടുത്തൊരു പിറ്റ് സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്നെ യൂട്യൂബർ എന്ന് വിളിച്ചിട്ട് എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ്
ഇതാണ് നമ്മൾ കാണുന്ന കനോല ഫാംസ് ആണ് കേട്ടോ. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കനോല ഫാംസ്. കനോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞ പൂവാണ്. ഈ പൂവിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് ഓയിൽ ഉണ്ടാക്കുകയാണ് ഇവിടെ. സൺഫ്ലവർ ഓയിലൊക്കെ പോലെയുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ് ഇവിടുത്തെ കനോല ഓയിൽ. കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ് കനോല ഓയിൽ. ഞങ്ങൾ എപ്പോഴും കനോല ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ മേ ബി ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓയിൽ വേണ്ട സമയത്തൊക്കെ മാത്രം നമ്മൾ കനോല യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴും കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യണത്. ഈ നീണ്ടു കിടക്കുന്ന കനോല ഫാംസിൽ ഈ മഞ്ഞ കുഞ്ഞി പൂക്കളിൽ ഇങ്ങനെ വെയിലടിച്ചെടുക്കണം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ റൂട്ട് കണ്ടിട്ട് ഞാൻ അജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന്. ആക്ച്വലി എനിക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ട്, പക്ഷേ ഡ്രൈവിങ്ങിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്നിട്ട് 6 months ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓടിക്കാൻ ഭയങ്കര കുറച്ച് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, പക്ഷെ അത് ഓടിച്ച് തന്നെയാണ് ആ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഓടിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ ആ കോൺഫിഡൻസ് ബൈ ഡിഫോൾട്ടായിട്ട് വന്നോളൂ. നമ്മളെ ബുഡ്ജ്പീം നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലുള്ള ക്യാമ്പിംഗ് സൈറ്റാണ് ഇത്. ഇവിടുത്തെ കുറേ ആൾക്കാരുടെ മേജർ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പിങ്, ഹൈക്കിങ്, ഫിഷിങ് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ക്യാമ്പർ വാൻസും കാരവാൻസും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ ഈ എന്താ പറയുക ലോങ് വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ക്യാമ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഇവരൊക്കെ മുന്നേ ബുക്ക് ചെയ്യാതെ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ അവർ ചെന്നിട്ട് അവർക്ക് സ്പോട്ട് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ആദ്യം ബുക്ക് ചെയ്തിട്ട് പോണതായിരിക്കും നന്നാവുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ പാർക്സ് വിക്ടോറിയൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ ഏത് ലൊക്കേഷനിലേക്കാണോ പോകേണ്ടത് ആ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ക്യാമ്പ് സൈറ്റ് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ക്യാമ്പിംഗ് സൈറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണാനും പറ്റും. ഈ കാണുന്ന പോലെ തന്നെ ഒരു കാടിൻ്റെ നടുവിലായിരിക്കും നമ്മുടെ ക്യാമ്പിംഗ് പ്ലേസ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സ്ലോട്ടാണ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ സ്ലോട്ട്സ് ഉണ്ട്, പക്ഷേ ഭയങ്കര ക്ലോസ് ആയിട്ടല്ല, എന്നാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറച്ച് സ്ലോട്ട്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ കോർപ്പറേറ്റ് വർക്ക് സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിംഗ് നൈസാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. ചെറിയൊരു കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര മൊത്തത്തിലൊരു നല്ല നൈസ് ക്ലൈമറ്റും ആയിരുന്നു. ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല ഫ്രഷ് എയറാണ്. കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തൊരു കാം ആൻഡ് പീസ്ഫുൾ പ്ലേസാണെന്നറിയാം. പിന്നെ ഇവിടുത്തെ മെയിൻ്റെനൻസ് ഒക്കെ നമ്മളിപ്പോൾ ഈ പാർക്സ് വിക്ടോറിയയിൽ കയറിയിട്ടാണല്ലോ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരിവിടെ വന്നിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മളെല്ലാം പോരുമ്പോഴത്തേനും നമ്മളെല്ലാം തന്നെ വേസ്റ്റും എല്ലാം നമ്മൾ തന്നെ കളയും. എങ്കിലും ഇവിടെ കുറച്ച് മെയിൻറ്റെയിൻഡ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ വന്നപ്പോൾ ഒരു വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും ഇവിടെ കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. ചില ക്യാമ്പിംഗ് സൈറ്റിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, വാഷ്റൂംസിൽ ഓപ്പൺ പിറ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ വാഷ്റൂം ഉണ്ടായിരുന്നു. വാഷ്റൂം കുറച്ച് ദൂരെയായിരുന്നു, കുറച്ച് നടന്നു പോകണം. ലൈറ്റ് ഒന്നുമില്ല, ഇവിടെ ഒന്നും ഇലക്ട്രിസിറ്റി ഇല്ല. ആ വാഷ്റൂമിൻ്റെ ഉള്ളിൽ മാത്രമേ ഇലക്ട്രിസിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പോകണം നല്ലതായിരിക്കും. അപ്പോൾ കുറേ ബാക്കപ്പും പവർ ബാക്കപ്പ്സ് എല്ലാം കയ്യിലുണ്ടാവണം. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇത് ബെഡ് ഉണ്ടായിരുന്നു. ബെഡിന് നമ്മൾ 12 volt സപ്ലൈ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് എടുക്കുക ചെയ്ത്. അപ്പോൾ ഇതല്ലാത്ത പമ്പും ഉണ്ട്. നമ്മളല്ലാത്ത പമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പ്ലാൻഡ് ആക്കി പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ടെൻറ്റും ബെഡും എല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടു. ഇപ്പം എല്ലാം റെഡിയായി. അപ്പോഴേക്കാണെങ്കിൽ ഞങ്ങളെല്ലാവരും വിശന്ന് തുടങ്ങിയിരുന്നു നന്നായിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം കുക്കിംഗ് പരിപാടിയിലേക്ക് പോയി. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്ത് വേഗം ഞങ്ങൾ കുറച്ച് കുക്ക് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം നടക്കാൻ പോയി. ഇവരെല്ലാവരും കൂടെ പരിചയപ്പെട്ടത് ഇവിടുത്തെ APJ ഫുട്ബോൾ ക്ലബ്ബിലാണ്. ഇവരെല്ലാവരും അതിലെ പ്ലെയേഴ്സായിരുന്നു. ഇപ്പോൾ മനീഷേട്ടൻ ഇപ്പോൾ കളി നിർത്തി, ബാക്കി എല്ലാവരും വികലാംഗരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ പരിചയം, ഫ്രണ്ട്ഷിപ്പും.
അപ്പൊ ആദ്യം ഇന്റർനെറ്റ് കാലത്തിലായിരുന്നു ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് ഇങ്ങനെ കപ്പി കയറി ഒന്ന് സെറ്റായി വരും അപ്പൊ കാര്യമാണ്. അപ്പഴേക്ക് ഇഞ്ചറി ആയി. രണ്ടാമത് കത്തി എന്നിട്ട് അവിടെ വന്നിട്ട് വികലാംഗനായിട്ട് കിടക്കാറുള്ളൂ. പക്ഷെ കഴിഞ്ഞ എനിക്ക് അത്ര സീനുണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പത്തെ വീക്ക് ഞാൻ ഒരു വീക്കിന് മുന്നേ ഞാൻ വന്നില്ല. ഞാൻ കളി നെക്സ്റ്റ് വീക്ക് ടൂർണമെന്റ് വിചാരിച്ച് ഞാൻ വന്നതാ. വയറിലാവും ഞാൻ ഒറ്റക്കൊന്നും കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ അതിന് കാണിച്ച് അതെ പഠിച്ചു പഠിച്ചു സെറ്റായി സെറ്റായി. സൗഖ്യമേ அது என்னை பார்க்கையில் கவிதை தொட்டது, அது எழுத நினைகையில் வாழ்த்தை முட்டது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டு சௌக்கியமா நான் இங்க സൗഖ്യമേ. അടിപൊളി അടിപൊളി. അങ്ങനെ എനിക്ക് കഴിയൂലത്. എനിക്ക് കഴിയൂലത്. ഫസ്റ്റ് ഇയർ അറിയുള്ളൂ. ഞാൻ എന്താ സപ്പോർട്ട് ചെയ്തരാം. ഈ മറ്റേ ചോക്കോബാർ ചേടാ ഒരു പാട്ടുകാരുടെ സംഗീതത്തിലാണല്ലോ ഞാൻ വന്നു പെട്ടത്. അയ്യോ ഇളം കാറ്റും കുഞ്ഞു തണുപ്പും നല്ല നിലാവും ക്യാമ്പ് ഫയർ വിത്ത് ഐക്കോണിക് എവർഗ്രീൻ മലയാളം സോങ്സ്. ആഹാ തൊട്ടടുക്കത്തെ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇത്രയും ആംബിയൻസിൽ ഉക്കലയിലേക്ക് വെച്ച് നമ്മുടെ പാട്ടുകാർ ഈ എവർഗ്രീൻ മലയാളം സോങ്സ് ഒക്കെ പാടുന്നത് കേൾക്കണ്ടേ? അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സീ യു സൂൺ. ബൈ.